Okay, so another video of നമ്മളെ ഫിസിക്സ് സെമസ്റ്റർ 2, അതായത് BSc കെമിസ്ട്രി സെമസ്റ്റർ 2, അതിൽ മൈനർ ഫിസിക്സിൻ്റെ എന്താണ് എക്സ്പെരിമെൻറ്റ്. ഇതല്ല, ഈ എക്സ്പെരിമെൻ്റ് അല്ല, എക്സ്പെരിമെൻ്റ് നമ്പർ 6. ആ ടോട്ടൽ 7 എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇപ്പോഴും ഞാൻ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു എക്സ്പെരിമെൻ്റ് കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. എന്താണ് അത് കാലിബ്രേഷൻ, ഞാൻ മിസ്സായിപ്പോയൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. സോ അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപ് എക്സ്പെരിമെൻ്റ് നമ്പർ 6, ഈ എക്സ്പെരിമെൻ്റ് നമ്പർ 5, അതായത് മെർക്കുറി സ്പെക്ട്രവും, അതായത് മെർക്കുറി സ്പെക്ട്രോമീറ്ററും പിന്നെ എന്താണ് ഈ കണ്ടിന്യൂസ് ആൻഡ് ലൈൻ സ്പെക്ട്രം, രണ്ടും തമ്മിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയൊരു വ്യത്യാസം വരുന്നത് അത് തേർഡ് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മളെ ചെയ്യുന്ന പ്രൊസീജിയർ ആയാലും അതിന് ഇൻസ്ട്രുമെൻ്റ് ആയാലും അതിൻ്റെ ആ ഒരു ചെയ്യുന്ന മെത്തേഡായാലും തിയറി ഒക്കെ സെയിം ആണ്. പിന്നെ പെട്ടികളെല്ലാം സെയിം ആണ് ഓൾമോസ്റ്റ്. ആകെ ഒരു അതായത് നമ്മൾ അവിടെ ഉപയോഗിച്ചത് മെർക്കുറി ലാമ്പാണെങ്കിൽ മെർക്കുറിയിലെ ഒരു ലൈറ്റ്, ഒരു എന്താണ് സോഴ്സായിട്ട് മെർക്കുറിയാണ് അതിൻ്റെ വൈറ്റ് ലൈറ്റിൻ്റെ സോഴ്സ് ഉപയോഗിക്കുന്നത്. ഇവിടെ എത്തുന്നപ്പോഴത്തേക്ക് നമ്മൾ സോഡിയം ലാമ്പ് എന്ന് പറയുക. സോഡിയം ലാമ്പ് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ എൽ ഇ ഡി ഉപയോഗിക്കുന്നുണ്ട്. എൽ ഇ ഡിൻ്റെ കളർ ആക്ച്വലി നമ്മളതിൽ എഴുതുമ്പോൾ റെഡ്, ഗ്രീൻ, മറ്റേ ബ്ലൂ എന്നൊക്കെ എഴുതുമെങ്കിലും പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഒരു ഒറ്റ എൽ ഇ ഡിയാണ്. ആ ഒറ്റ എൽ ഇ ഡിയിൽ വൈറ്റ് കളറാണ് കാണിക്കുന്നത്. വൈറ്റ് കളർ എന്താ സ്പ്ലിറ്റ് ആയിട്ട് റെഡും ഗ്രീനും ബ്ലൂ ആയിട്ടൊക്കെ കാണുന്നതാണ് ബേസിക്കലി. അപ്പോൾ ഈ സോഡിയം ലാമ്പിൻ്റെ കളർ എങ്ങനെയാണ് ഉണ്ടാവുക? ഇറ്റ് ലുക്സ് ലൈക്ക് എൻ ഓറഞ്ച് യെല്ലോ കൈൻഡ് ഓഫ് ആ ഒരു കളറാണ് ബേസിക്കലി നമ്മുടെ സോഡിയം ലാമ്പ് ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ എയിമിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ടു ഡിറ്റർമൈൻ ദ വേവ് ലെങ്സ് ഓഫ് ദ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് എ സോഡിയം വേപ്പർ ലാമ്പ് ആൻഡ് കാൽക്കുലേറ്റ് ദ അസോസിയേറ്റഡ് ഫോട്ടോൺ എനർജി. ഇത് ആക്ച്വലി ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്നല്ല ഞാൻ പറഞ്ഞുതരാം. ഈ ടേബിൾ ആക്ച്വലി നമുക്കും ഫില്ല് ചെയ്യാനുണ്ട്. ടു ഡിറ്റർമൈൻ ദ അപ്രോക്സിമേറ്റ് റേഞ്ച് ഓഫ് വേവ് ലെങ്സ് ഓഫ് ദ കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് എ വൈറ്റ് എൽ ഇ ഡി ആൻഡ് കാൽക്കുലേറ്റ് ദ അസോസിയേറ്റഡ് ഫോട്ടോൺ എനർജി. ഇത് രണ്ടാണ് നമ്മളെ എയിം. അപ്പാരറ്റസ് വീണ്ടും നമ്മൾ കഴിഞ്ഞതിൽ ചെയ്ത പോലെ തന്നെ സ്പെക്ട്രോമീറ്റർ എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്. സ്പെക്ട്രോമീറ്റർ, ആ കോളിമീറ്റർ എന്നൊക്കെ പറയുന്ന സാധനം, ഡിഫ്രാക്ഷൻ, ഗ്രേറ്റിങ്, ആ ഗ്രേറ്റിംഗ്, ആ ഒരു നമ്മൾ ഞാൻ കഴിഞ്ഞതിൽ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ സ്ക്വയർ ചതുരത്തിലുള്ള സാധനം, ചതുരമല്ല എന്ന് നോക്കുക, ചതുരം തന്നെ. വിത്ത് എ നോൺ നമ്പർ ഓഫ് ലൈൻസ് പെർ മീറ്റർ. സോഡിയം വേപ്പർ ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പിന് പകരം സോഡിയം വേപ്പർ ലാമ്പ് ഉപയോഗിക്കുന്നത്. വൈറ്റ് എൽ ഇ ഡി ഉപയോഗിക്കുന്നുണ്ട്. അതെപ്പോഴും ഉപയോഗിക്കുന്നില്ല ഞാൻ പറഞ്ഞുതരാം. പവർ സപ്ലൈ ഫോർ ദ ലാംപ്സ്. ഓബിയസ്ലി അതിന് പവർ വേണം. ഈ സാധനം കത്തണ്ടിക്കൽ ഇതിന് ഒരു എന്താണ് പവർ കൊടുക്കേണ്ട സോഴ്സ് വേണം. അപ്പോൾ ഇതിൻ്റെ തിയറിയിലും പോട്ടെ. ഞാൻ നമ്മൾ ചെയ്ത സെയിം എക്സ്പെരിമെൻ്റ് തന്നെ. നമ്മൾ സ്പെക്ട്രോമീറ്ററിന് എന്ത് ചെയ്യണം? പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് തുടക്കത്തിൽ തന്നെ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വീണ്ടും ഈ ഒരു മറ്റേ വീഡിയോയിൽ ഞാൻ വീണ്ടും അതേ സാധനം അതായത് നമ്മൾ ഒരു വ്യത്യാസം വരുത്തുന്നില്ല. അത് ഏതാന്ന് അതിൻ്റെ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് അറിയണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നില്ല. യൂട്യൂബ് എടുക്കുക. അതായത് എന്ത് ചെയ്യുക, എൻ്റെ ചാനലിൽ തന്നെ ദിസ് ഈസ് മൈ ചാനൽ. ഇതിൽ മറ്റേ ഈ ഒരു വീഡിയോ ഉണ്ടോ? അതായത് എക്സ്പെരിമെൻ്റ് നമ്പർ 5, മെർക്കുറി സ്പെക്ട്രോമീറ്റർ യൂസിങ് മെർക്കുറി സ്പെക്ട്രം യൂസിങ് സ്പെക്ട്രോമീറ്റർ ഫുൾ എക്സ്പ്ലനേഷൻ. 40 മിനിറ്റിലെ വീഡിയോ ആണ്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇതിൻ്റെ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് തുടക്കത്തിൽ പറയുന്നുണ്ട്. അത് കംപ്ലീറ്റ്, അതായത് അതിന് ആദ്യം ഒരു സാധനത്തിൽ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ ടെലിസ്കോപ്പ് ഫോക്കസ് ചെയ്ത് എന്നിട്ട് കോളിമേറ്ററായിട്ട് അതായത് ഇതും നേർക്ക് വരുന്ന രീതിയിലാക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് അതിനെ ക്ലാമ്പ് ചെയ്യാനായിട്ടില്ല. എന്നിട്ട് അതിൻ്റെ മറ്റേ വെർണിയർ 1ഉം വെർണിയർ 2 0 180 ഫിക്സ് ആക്കി. പിന്നെ നമ്മൾ ഈ ടെലിസ്കോപ്പിനെ നേരെ എടുത്തിട്ട് 90 ഡിഗ്രി ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് എന്നിട്ട് അതവിടെ ഫിക്സ് ആക്കി. എന്നിട്ട് ഗ്രേറ്റിംഗ് വെച്ചിട്ട് ആ സാധനങ്ങളൊക്കെ അതൊക്കെ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അത് ഞാൻ വീണ്ടും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിവിടെ ഓൾറെഡി ഈ ഫിഗർ അടക്കം വെച്ചിട്ട് ഞാൻ കറക്റ്റ് കാണിച്ചിട്ടുണ്ട് പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്. അതേ സെയിം പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു വ്യത്യാസമില്ല. എവിടെയാ വ്യത്യാസം വരുന്നതില്ല ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ഭാഗം ബേസിക്കലി ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനെ ഈ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ തന്നെ നമ്മളൊരു പകുതി ഒരു 60% വർക്ക് കഴിഞ്ഞ് ബാക്കി ഒരു 40% തിരിച്ചിട്ട് അതിൻ്റെ ലൈറ്റ് കാണുമ്പോൾ, അതായത് ആ ഒരു കളർ അതിനടുക്കായിട്ട് കാണുമ്പോൾ നമ്മൾ MSR VSR എഴുതുന്നതാണ്. ബാക്കി 40% വേണം. അത് നമ്മൾ സ്കില്ല് പോലെ ഇരിക്കും. പക്ഷേ എങ്കിൽ 60% ഈ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ സോർട്ട് ഔട്ട് ആവും. അപ്പോൾ ഞാൻ വീണ്ടും അത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വേണ്ട ആൾക്കാർ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മര്യാദ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സാധനം പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് ബേസിക്കലി മനസ്സിലായിക്കോളും. അതെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഐ എം കോൺഫിഡൻറ്റ് അബൌട്ട് മൈ ഓൺ വീഡിയോ. സോ ഇതെന്തെങ്കിലും കാണുക, എന്നിട്ട് സെറ്റാക്കുക. പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യുകയാണ് തൽക്കാലത്തേക്ക്. കാരണം വീണ്ടും പറഞ്ഞ സാധനം തന്നെ ആക്ച്വലി പറയുന്നതിൽ പ്രത്യേകിച്ചിട്ടൊരു അർത്ഥമില്ല. ഐ ഡോണ്ട് തിങ്ക്. അപ്പോൾ നമ്മൾ ടേബിൾസ് ആക്ച്വലി ആ കഴിഞ്ഞാൽ 4 ഉണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി 3 ഉള്ളൂ. ഒരു ടേബിൾ കുറഞ്ഞിട്ടുണ്ട്. ആ ഗ്രീൻ വേവ് ലെങ്ത് എന്ന് പറയുന്ന കണ്ടുപിടിക്കുന്ന സാധനത്തിൻ്റെ ടേബിൾ ആക്ച്വലി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒബ്സർവേഷനും ടാബുലേഷൻ അതും ആക്ച്വലി ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വെറുതെ പറയാം.
ഡയറക്റ്റ് റീഡിംഗ് വെർനിയർ ആദ്യം 0-180 വെച്ച്, പിന്നെ ടെലിസ്കോപ്പ് 90 ഡിഗ്രി ചേർച്ചപ്പം ഇത് 90 ആയി, ഇത് ഒരു 180 പ്ലസ് 90 270 ആയി. റീഡിംഗ് ആഫ്റ്റർ റൊട്ടേറ്റിംഗ് വെർനിയർ ടേബിൾ ത്രൂ 45 ഡിഗ്രി. ഗ്രേറ്റിങ്ങിൻ്റെ ടേബിളിന് 45 ഡിഗ്രി ചേർച്ചാലോ 45 ആയി കുറഞ്ഞ് ഇവിടെ 45 കുറഞ്ഞ് 225 ആയി. ഇതെന്തായാലും സെയിം തന്നെ ആയിരിക്കും. കഴിഞ്ഞ എക്സ്പെരിമെൻ്റ് പോലെ തന്നെ ഈ വാല്യൂസ് ഒക്കെ സെയിം ആണ്. ഇനി വ്യത്യാസം വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ വാല്യൂ ഓഫ് 1 MSD എന്തായാലും നമുക്കറിയാം സെയിം സ്പെക്ട്രോമീറ്ററിന് അതേ ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ അതിൻ്റെ ഒരു MSDൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് 0.5 ഇൻറ്റു 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 60 30 മിനിറ്റ് ആണ് അതിൻ്റെ 1 വാല്യൂ ഓഫ് MSD. അപ്പോൾ 30 ഡിവിഷൻസ് ടോട്ടലുണ്ട്. പിന്നെ അതേപോലെ നമ്പർ ഓഫ് ഡിവിഷൻസ് കൊണ്ട് വെർനിയർ സ്കെയിൽ 30 ഡിവിഷൻസ് ഉണ്ട്, 0 to 30 വരെ. സോ 30 ഡിവൈഡ് ബൈ 30 സ്കെയിൽ 1 മിനിറ്റ് ഡാഷ് വെച്ചിട്ട് കാണിക്കുക. സോ 1 മിനിറ്റ് ആണ് ബേസിക്കലി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫ്രാക്ഷൻ ആംഗിൾ സെയിം ഇത് തന്നെ. ഇവിടെ ആകെ വ്യത്യാസം നമ്മൾ ഓർഡർ ഓഫ് സ്പെക്ട്രം ബേസിക്കലി നമ്മൾ 1A ബേസിക്കലി ചെയ്യുന്നില്ല, n=1 വരുന്ന അതായത് അങ്ങനെ ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ, ഏത് അത് കഴിഞ്ഞാലും കാണിച്ചൊരു ഇക്വേഷൻ ആയിരുന്നു, മറ്റേ സൈൻ തീറ്റ ജി വേണ്ട സൈൻ തീറ്റ എന്തായിരുന്നു ഇക്വേഷൻ അവിടെ മറന്നുപോയല്ലോ ബേസിക്കലി. ദാറ്റ് ഈസ് ദാറ്റ് actually forgot that equation. ഇതാ ക്യാപിറ്റൽ ലെറ്റർ n = sin തീറ്റ ബൈ n ലാംഡ ജി. ക്യാപിറ്റൽ ലെറ്റർ n = sin തീറ്റ ഡിവൈഡഡ് ബൈ n ലാംഡ. അപ്പോൾ ലാംഡ കിട്ടണ്ടെങ്കിൽ സൈൻ തീറ്റ, ഈ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും ബേസിക്കലി ഡിഫ്രാക്ഷൻ ആംഗിളിൻ്റെ ഈ വാല്യൂസ് ആണ് ബേസിക്കലി നമുക്ക് വേണ്ടത്. ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് ബേസിക്കലി എല്ലാത്തിലും 1 ആയിരിക്കും, കാരണം സ്പെക്ട്രം നമ്മൾ ഓർഡർ നമ്മൾ 1 എടുക്കുന്നത്. പിന്നെ ലാംഡ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെലും ഡിഫറൻ്റ് ആയിരിക്കും. ആ ഡിഫറൻറ്റ് അപ്പോൾ അതിനാണ് ലാംഡ അല്ല ഇവിടെ n അല്ല ലാംഡ അല്ല, ഇവിടെ n ആണ്. ഇത് ആക്ച്വലി ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇത് എവിടെ നിന്ന് ഈ വാല്യൂ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൾറെഡി നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഗ്രേറ്റിംഗ് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് 5.0. അതായത് ഇവിടെ ഈക്വേഷൻ ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് 5.09 × 10⁵ ലൈൻസ് പെർ മീറ്റർ. ഈ വാല്യൂവിനാണ് ഇവിടുത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് n = നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തപ്പോൾ ഓരോന്ന് ഫോട്ടോൺ എനർജി കാണുമ്പോഴും മറ്റേ ലാംഡയൊക്കെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ എന്താണ് ഈ n ഫിക്സഡ് ആയിട്ടായിരുന്നു വെച്ചിരുന്നത്. സോ n = 5.09 × 10⁵ അല്ലേനാ ലൈൻസ് പെർ മീറ്റർ. ഗ്രേറ്റിംഗ് ലൈൻസ് പെർ മീറ്റർ ആണ്. ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ എല്ലാ ഇക്വേഷനിലും ക്യാപിറ്റൽ ലെറ്റർ n ഇത് കൊടുക്കും 5. അതായത് ലാംഡ, അതായത് നമുക്കിപ്പോൾ സോഡിയം ലൈൻ 1-ൻ്റെയാണ് വേണ്ടതെങ്കിൽ സൈൻ ഓഫ് നമ്മൾ എന്തെടുക്കും, ഇതാ മറ്റേ ഈ 17 ഡിഗ്രി 24 മിനിറ്റ് തന്നെ കാൽക്കുലേറ്ററിൽ അടിക്കണം. 17 ഡിഗ്രി അതായത് മറ്റേ കാൽക്കുലേറ്റർ എടുക്കുക, 17 അടിക്കുക, എന്നിട്ട് ആ ഡിഗ്രീൻ്റെ റൗണ്ട് ബട്ടൺ അടിക്കുക, എന്നിട്ട് 24 അടിക്കുക, എന്നിട്ട് വീണ്ടും ആ മറ്റേ ഡിഗ്രീൻ്റെ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡോട്ടൻ അടിക്കും. ബട്ട് ദിസ് മീൻസ് ദിസ് ഇസ് ഇൻ മിനിറ്റ്സ്. ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 1 × 5.09 × 10⁵. ഇതൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഈ ലാംഡ 2 എന്ന് പറയുന്ന ബേസിക്കലി എന്തായിരിക്കും സോഡിയം ലാംബ 2. ഓക്കെ, ഞാൻ കുറച്ച് ഇതിലായിപ്പോയി. അതായത് ഞാൻ പറഞ്ഞു വന്ന ബേസിക്കലി എന്താ സോഡിയം ലൈൻ 1, സോഡിയം ലൈൻ 2, LED റെഡ്, LED ഗ്രീൻ, LED ബ്ലൂ നമ്മളെ എന്താണ് പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്ത് പിന്നെ നമ്മൾ സെൻറ്ററിൽ എത്തിച്ച് പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്കും കുറച്ച് റീഡിങ്സ് എടുക്കണം, കുറച്ച് ലൈൻസ് കാണും. ഇതിൻ്റെ സെൻറ്ററിന് മറ്റേ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ റൈറ്റിലേക്കും കുറച്ച് നമുക്ക് ലൈൻസ് എന്നല്ല കുറച്ച് കളർ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സോഡിയം ലൈൻ 1ൻ്റെ കളർ എന്താണ്? അത് ബേസിക്കലി നമ്മളൊരു ഓറഞ്ച് യെല്ലോ, ആ നമ്മൾ എന്താണ് തുടക്കത്തിൽ കാണുന്ന കളർ അത് തന്നെയാണ് ബേസിക്കലി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് യെല്ലോ. എങ്ങനെ കാണിക്കാൻ നിങ്ങൾക്ക് അറിയില്ല, ഓറഞ്ച് യെല്ലോ കളർ തന്നെയാണ് ബേസിക്കലി വരിക. പിന്നെ ഈ സോഡിയം ലൈൻ 2 എന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഒരു റെഡ്, ഒരു അത്ര കുറച്ചും കൂടി ഒരു ഫെയിൻറ്റ് നമുക്ക് പെട്ടെന്ന് കാണൂല, ഒന്ന് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും. അത് റെഡ് കളറാണ് ബേസിക്കലി വരിക, ഒരു റെഡ് പെയിൽ റെഡ് കളറാണ് ബേസിക്കലി കിട്ടുക. അതായത് നമ്മളിപ്പോൾ ഇതാണ് മറ്റേ ടെലിസ്കോപ്പെങ്കിൽ ഫസ്റ്റ് ഇത് കാണും, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് എന്ത് കാണും, മറ്റേ റെഡ് കാണും. അതേപോലെ ഇവിടെയും മറ്റേ ആ സോഡിയം ലൈൻ 1 കാണും, ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് റെഡും കാണും. ഓക്കെ, അതിനുശേഷം ഇത് രണ്ടിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്താണ് V1 V2 അതായത് ഞാൻ അത് ഇതേ വളരെ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. MSR അവിടെ അതായത് ഇങ്ങനെ ഒരു റൗണ്ട് എന്തിനും പറയാം, ഇങ്ങനെ റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ടേബിൾ ആണെങ്കിൽ ഇവിടെയും VSRന് റീഡിങ്സ് ഉണ്ട്, ഇവിടെയും VSRന് റീഡിങ്സ് ഉണ്ട്, അല്ല നമ്മളെ MSRും VSRന് റീഡിങ്സ് ഉണ്ട്. ഇവിടുന്ന് ഒരാൾ നോക്കുക, ഇവിടുന്ന് ഒരാൾ നോക്കുക. അപ്പോൾ ഇതാ 297.5 MSR, 117.5 MSR എന്താണ് അവിടെ നിന്ന് നോക്കുമ്പോൾ, അതായത് ഇവിടുന്നാണ് നോക്കുന്നെങ്കിൽ അതിൻ്റെ VSR ഇത് V1 ഇത് V2 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ VSR 11ഉം മറ്റേതിൻ്റെ VSR എത്ര കിട്ടിയത് 19.
എന്നിട്ട് അതിന് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 297.5 ആണെങ്കിൽ എന്ത് ചെയ്യണം, 297 ഡിഗ്രി പിന്നെ 11 മിനിറ്റ് പ്ലസ് ആ 0.5 ഉണ്ടായിരുന്നില്ല, ആ 0.5 30 മിനിറ്റ് ആയിട്ട് കിട്ടുമോ. സോ 30 മിനിറ്റ്. സോ 297 ഡിഗ്രി 11 പ്ലസ് ഇത് 41 മിനിറ്റ്സ്. യെസ് 41 ഡിഗ്രി അല്ല 41 മിനിറ്റ്സ്. ഇനിയിപ്പോൾ 297 23 ആണെങ്കിൽ അപ്പോൾ 297 ഡിഗ്രി 23 മിനിറ്റ് അതേപോലെ തന്നെ എഴുതുക. ഇങ്ങനെയാണ് ബേസിക്കലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ MSR VSR ടോട്ടൽ MSR, അതായത് ഇത് എന്ന് പറയുന്നത് ഇത് സെൻറ്റർ ആണെങ്കിൽ ഇതിന്ന് ലെഫ്റ്റിൽ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ലെഫ്റ്റിലേക്കുള്ള റീഡിങ്സ്. ഇനി ഇത് എന്ന് പറയുന്നത് ഈ കോളം എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ റൈറ്റിലേക്കുള്ള റീഡിങ്സ്. സോ അത് MSR VSR. അപ്പോൾ എന്താ, ആദ്യം കാണുന്ന സോഡിയം ലൈൻ 1 ആയിരിക്കും ഓറഞ്ച് യെല്ലോ പോലത്തെ കളർ, പിന്നെ സോഡിയം ലൈൻ 2 അതായത് റെഡിഷ് പോലത്തെ ഒരു കളർ, റെഡിഷ് നല്ല റെഡ് കളർ തന്നെ. അപ്പോൾ ആദ്യം അത് കാണും, പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇത് സോഡിയം ലൈൻ 2 കാണും. അപ്പോൾ അത് റൈറ്റിലേക്കും ആദ്യം ലെഫ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇതിൽ ടേബിൾ അങ്ങനെയാണല്ലോ ഇല്ല. സോ ലെഫ്റ്റ് എടുത്ത് എന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് സെൻറ്ററിൽ വന്ന് എന്നിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് പോവുക. അപ്പോൾ MSR VSR V1 V2 V1 V2. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 4 ടോട്ടൽ കിട്ടും. ഈ 4 ടോട്ടൽ കിട്ടിയിട്ട് അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ കാണുക, അതായത് ഈ റീഡിങ് മൈനസ് ഈ റീഡിങ്, അതായത് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ 332 ഡിഗ്രിന്ന് അടിക്കുക, പിന്നെ 35 മിനിറ്റ് ഒന്നും കൂടി ആ ഡിഗ്രീൻ്റെ ബട്ടൺ അടിക്കുക, മൈനസ് 297 ഡിഗ്രി ബട്ടൺ അടിക്കുക ഒന്നും കൂടി, എന്നിട്ട് എന്ത് ചെയ്യുക 41 എന്നടിച്ചിട്ട് വീണ്ടും ആ ഡിഗ്രീൻ്റെ ബട്ടൺ അടിക്കുക. അപ്പോൾ 41 മിനിറ്റ്സ്. അപ്പോൾ കിട്ടുന്ന ആൻസർ നെഗറ്റീവ്, അതായത് സൈന് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ മതി, മോഡുലസ് എടുത്താൽ മതി. കാരണം ഡിഫറൻസ് ഒരിക്കലും എന്താണ്, വി ആർ നോട്ട് എക്സ്പെക്ടിങ് എ നെഗറ്റീവ് വാല്യൂ. അതിന് ആബ്സല്യൂട്ട് ഡിഫറൻസ് മാത്രമേ നമുക്ക് വേണ്ടു, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ഡയറക്ഷൻ വേണ്ട. സോ 34 ഡിഗ്രി 54 മിനിറ്റ്സ്, 34 ഡിഗ്രി 42 മിനിറ്റ്സ്, 34 ഡിഗ്രി 36 മിനിറ്റ്സ്, 34 ഡിഗ്രി 24 മിനിറ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, മെയിൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ടിനും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക, ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. ഇങ്ങനെ ഒരു വാല്യൂ കിട്ടല്ലോ. അപ്പോൾ ഡിഫ്രാക്ഷൻ ആംഗിൾ തീറ്റ കിട്ടേണ്ടത് ഇത് 2 തീറ്റേനെ തീറ്റ എങ്ങനെയാക്കോ, 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയും 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, ഇതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ, ഇതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ. ഈ വാല്യൂ ആണ് നമ്മൾ ബേസിക്കലി സൈൻ തീറ്റേൻ്റെ തീറ്റയിൽ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ സോഡിയം ലാമ്പ് വെച്ചിട്ടല്ലേ റീഡിങ്സ് എടുക്കുന്നത്. ഇതിപ്പോൾ സോഡിയം ലാമ്പിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഓക്കെ, സോഡിയം ലാമ്പിൻ്റെ പരിപാടി കഴിഞ്ഞ് ഈ പേപ്പറും ഇതായി നോക്കട്ടെ. പിന്നെ എൻ്റെ എയിം എത്ര അല്ല എന്താണ് എൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടാവും, ഞാൻ എറിഞ്ഞിട്ട് ആൾ വീഴുന്നുണ്ടോ നോക്കാം. നമുക്ക് ചെറിയൊരു ലെറ്റ്സ് സീ ഇഫ് മൈ ത്രോ ഈസ് പെർഫെക്റ്റ്. യെസ്, ഓ വെരി ബാഡ്, എൻ്റെ ത്രോ പോരാ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് LED റെഡ്, LED ഗ്രീൻ, LED ബ്ലൂ. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മളെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പെട്ടി പോലത്തെ സെറ്റപ്പ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു എന്തുണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. ഇതെന്നാണ് ബേസിക്കലി റെഡ് ഓറഞ്ച് യെല്ലോ പോലത്തെ മെർക്കുറി സോഡിയമിൻ്റെ ലൈറ്റ്. എന്നിട്ട് ഈ സെറ്റപ്പ് നമ്മൾ മാറ്റി വെക്കുക, ഇത് എവിടെയെങ്കിലും സൈഡിലായിട്ട് പുഷ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ബീക്കറെല്ലാം നമ്മൾ ഹോൾഡ് ചെയ്യാൻ വെക്കുന്ന ഒരു ക്ലാമ്പ് പോലത്തെ സാധനം ഉണ്ടാവും. അല്ല ബീക്കറല്ല, ബീക്കർ തന്നെ, ബീക്കറിനെ ക്ലാമ്പ് ചെയ്യുന്ന പോലത്തെ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടറിയാം. ഇവിടെ എന്തുണ്ടാവും, ഇവിടെ നമ്മളെന്തെന്നെ പറയാം, അതിന് എന്തോ ബോക്സ്, എൻ്റെ പേര് എന്നോട് മറന്നു, ഒരു വെള്ള കളർ ഇങ്ങനെ കുറേ ഹോൾസിലൊരു ബോക്സ് ഉണ്ടാവും. നമ്മൾ ഏത് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് യൂസിങ് LED ചെയ്യുമ്പോഴും ഈ ബോക്സിന് എന്തോ പേര്, നല്ല ക്യൂട്ടായിട്ട് എന്തോ പേരുണ്ട്, എന്നോട് മറന്നു, നല്ല രസത്തിലൊരു പേരുണ്ടായിരുന്നപ്പോൾ, പക്ഷേ അതിൻ്റെ പേരെന്തേനും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു LED ഇങ്ങനെ LED നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. LED ഇങ്ങനെ 2 ഹോൾസിൽ കണക്ട് ചെയ്തിട്ട് വെക്കും. എന്നിട്ട് ഇവിടെ ഒരു എന്തുണ്ടോ, അതിൻ്റെ ഒരു ബ്ലാക്ക് എന്താ പറയുക, ഒരു ചാർജർ അല്ല, അതിനൊരു പ്ലഗ് ഉണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഈ സാധനം അവിടെ കണക്ട് ചെയ്യുക. നോർമലി ഒരു വയറിനെ നമ്മളെന്ത് ചെയ്യും, ഈ ഇപ്പോൾ 3 ഹോൾസിൻ്റെ അതിലേക്ക് നേരെ എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കുക. എന്തെല്ലാം ഇപ്പോൾ ഞാൻ കാണിക്കേണ്ടിയിരുന്നത്, സ്വിച്ച് ഓൺ ആക്കുക. സ്വിച്ച് ഓൺ ആക്കിയാൽ എന്ത് ചെയ്യും, ഇവിടുത്തെ ഒരു വൈറ്റ് കളറിലെ ലൈറ്റ് മാത്രം കത്തും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അത് അതായത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതിന്ന് ഒരുപാട് ലൈറ്റ് വരുന്നുണ്ടായിരുന്നു, അതായത് ഒരുപാട് എനർജി നമുക്ക് റേഡിയേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റിയിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാക്സിമം കോളിമേറ്ററിന്, അതായത് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നിൽക്കുന്നെങ്കിൽ ഇത് നമ്മളെ കോളിമേറ്ററും ഈ ഒരു ടെലിസ്കോപ്പ് ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ മാക്സിമം ഈ കോളിമേറ്റർ അല്ലെങ്കിൽ ഈ സ്പെക്ട്രോമീറ്ററിനെ മാക്സിമം എന്ത് ചെയ്യുക, അടുത്ത് വെക്കും. അതായത് ഇതിൻ്റെ സ്ലിറ്റ്, ഇതാണ് ഇതിൻ്റെ സ്ലിറ്റെങ്കിൽ മാക്സിമം ഈ സ്ലിറ്റ് ഈ ഒരു ഡിസ്റ്റൻസിൽ, അത് കറക്റ്റ് എന്നാണ് അതിൻ്റെ തൊട്ടില്ല എന്ന രീതിയിൽ എന്ത് ചെയ്യുക വെക്കും. അതിൻ്റെ റീസൺ എന്തായിരിക്കും, കാരണം അല്ലെങ്കിൽ കാണൂല
ഇതിൻ്റെ വളരെ കുഞ്ഞ് ഇൻറ്റൻസിറ്റിയിൽ മാത്രമേ ഇതിൻ്റെ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം അതിൻ്റെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് ഏറ്റവും അടുപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, LED അടുത്തായിട്ട് വെക്കുക. എന്നിട്ട് സ്ലിറ്റ് ആക്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ കാണുന്നില്ലേ മാത്രം ജസ്റ്റ് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുക. ടീച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ടീച്ചർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം ആദ്യം തുടക്കത്തിൽ നിങ്ങൾ ചെയ്ത പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് റെഡി ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ, അതായത് ഒരു സോഴ്സ് മാറ്റിയിട്ട് വേറെ സോഴ്സ് വെച്ചാലും കറക്റ്റ് ക്ലാരിറ്റിയിൽ സാധനം കാണണം. അതായത് പിന്നെ എന്താണ് അപ്പോൾ ഈ സോഡിയം ലാമ്പ് മാറ്റി എന്നിട്ട് LED സാധനം കിട്ടിയപ്പോൾ LED സാധനം വെക്കുമ്പോൾ അപ്പോൾ ക്ലാരിറ്റി അങ്ങനെയൊന്നും ആക്ച്വലി വരാൻ പാടില്ല. പ്രിലിമിനറി ചെയ്ത് നല്ല പക്കയാണെങ്കിൽ നിങ്ങൾ ഇതിൽ വേറെ വലിയ പ്രയാസമൊന്നുമില്ല. അത് നിങ്ങൾക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുമോ, ആ ഒരു LED-നും കളർ കാണാൻ പറ്റും. LED-ൻ്റെ കളർ ഡിസ്പെർസ് ആയിട്ട് വരും. അതായത് ഇവിടെ ഗ്രേറ്റിംഗ് ഉണ്ടെങ്കിൽ ആ ഗ്രേറ്റിംഗ് തട്ടിയിട്ട് അതിൻ്റെ കളർ ഡിസ്പെർസ് ആയി പോകും. അതായത് റെഡ്, മറ്റേ വിബ്ജിയോർ അല്ലേ, വിബ്ജിയോർ എന്ന് പറയുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, റെഡ്. നമുക്ക് ഏത് കളേഴ്സൊക്കെയാണ് വേണ്ടത്? നമുക്ക് വേണ്ടത് റെഡ് വേണം, പിന്നെ ഗ്രീന് വേണം. അതായത് അപ്പോൾ ഈ ഓറഞ്ച് വേണ്ട, ഗ്രീന് വേണം. എന്തായാലും ഓറഞ്ച് ഒന്നും കാണുമെന്നില്ല. റെഡ്, ഗ്രീന്, റെഡിൻ്റെ കഴിഞ്ഞിട്ടായിരിക്കും ഗ്രീന് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരുന്നത്, ബ്ലൂ വരുന്നത്. യെസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കുന്ന ടൈമിൽ അതായത് ഈ ഒരു സോഡിയം ലാമ്പ് നോക്കുമ്പോൾ കറക്റ്റ് ഒരു ലൈന് പോലെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇങ്ങ് കാണും, ദിസ് ഇസ് സ്പെസിഫിക്കലി ഇത് ഓറഞ്ച് യെല്ലോ ആണ്, അല്ലെങ്കിൽ ഇത് റെഡ് ആണ്, അല്ലെങ്കിൽ എൻ്റെ തൊട്ടിപ്പുറത്ത് വല്ല ഗ്രീൻ ആണ്, ഇങ്ങനെല്ലാം പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ LED ഉപയോഗിക്കുന്ന ടൈമിൽ ചെറിയൊരു ഫെനോമിനൻ നടക്കും. ദിസ് വിൽ ഷോ ലൈക്ക് എ റെയിൻബോ. നിങ്ങൾക്ക് മനസ്സിലുണ്ട്, അതായത് ഒരു കളറിനെ മെർജ് ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും അടുത്ത കളർ വെക്കുന്നുണ്ടാവും. റെയിൻബോ കണ്ടിട്ടില്ല നിങ്ങൾ? ഇനി റെയിൻബോ കാണിച്ചാൽ ശരിക്കും നമുക്ക് മഴവിൽ കാണാൻ പറ്റും. മഴവിൽ കല്യാണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ മഴവിൽ കല്യാണം അല്ല, മഴവിൽ എന്ന് പറയുമ്പോൾ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പൊതുവെ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ റെയിൻബോ അല്ല, റെയിൻബോ സ്പെക്ട്രം എന്ന് അടിച്ചാൽ കിട്ടുള്ളൂ. ഇങ്ങനെയാണ് ബേസിക്കലി കാണുക. അതായത് നിങ്ങൾക്ക് അപ്പോൾ കറക്റ്റായിട്ട് എന്താണ്, ഇന്നേതാണ് റെഡ്, അല്ല ഇന്നേതാണ് യെല്ലോ, ഇന്നേതാണ് ബ്ലൂ എന്നൊന്നും പറഞ്ഞ് എടുക്കാനാവില്ല. എന്താണ് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഒരു സുമാർ വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരു ആവറേജ് കിട്ടുള്ളൂ നമുക്ക്. കാരണം നിങ്ങൾ ആലോചിച്ച് ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഏതാ കറക്റ്റ് റെഡ് ഇടുന്ന തുടങ്ങുന്ന റെഡ് ഇടുന്ന അവസാനം നേടി നമുക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഏകദേശം ഒരു ആവറേജ് കിട്ടേണ്ടിയിട്ട് അതിൻ്റെ കറക്റ്റ് ഒരു സെൻറ്റർ ലൈറ്റ് വെക്കുക. അതായത് നമുക്കിപ്പോൾ ഗ്രീനാണ് വേണ്ടതെങ്കിൽ ഇത് കണ്ടോ, ഇത് ഗ്രീൻ ഏകദേശം ഗ്രീൻ ഇവിടെ അവസാനിക്കുന്നത്, ഇവിടെ നിന്നാണ് ആക്ച്വലി തുടങ്ങുന്നത്. അതിൻ്റെ ഒരു ആവറേജ് കിട്ടണമെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ലൈനുണ്ട്, ഈ ഒരു സെൻറ്റർ പോലത്തെ ഒരു ലൈനുണ്ട് ഓൾമോസ്റ്റ് ഞാൻ കാണിക്കുന്നത്, അവിടെ ആയിട്ട് സെൻറ്റർ ലൈറ്റ് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, MSR VSR, അതായത് ഇങ്ങനെ വെച്ചതാണെങ്കിൽ ഇങ്ങോട്ട് എടുത്താലും നമുക്ക് കുറച്ച് റീഡിങ്സ് കിട്ടും. ആദ്യം എനിക്കൊന്ന് റെഡ് കാണിക്കും, അത് റെഡ് കാണും, കുറച്ചും കൂടി ഇങ്ങോട്ട് വെച്ചാൽ ഗ്രീൻ ആണ്, കുറച്ചും കൂടി ഇങ്ങോട്ട് വെച്ചാൽ ബ്ലൂ കാണും. ആ ഒരു ഓർഡറിലാണല്ലോ വരുന്നത് ആ വേവ് ലെങ്ത്തിൻ്റെ. സോ ഫസ്റ്റ് റെഡ് കാണുമ്പോൾ റെഡിൻ്റെ ഏകദേശം ഒരു സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീഡിങ്സ് ആയി, കുറച്ചും കൂടി ഇങ്ങോട്ട് വെച്ചാൽ ഗ്രീനിൻ്റെ റീഡിങ്സ് ആയി, കുറച്ചും കൂടി ഇങ്ങോട്ട് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് ഒരു ബ്ലൂവിൻ്റെ. പിന്നെ ബ്ലൂ കഴിഞ്ഞാൽ പിന്നെ ഈ കളറൊക്കെ ആക്ച്വലി ഇൻഡിഗോ ആണ്, ഇത് വയലറ്റ്. ഇതാണ് ആക്ച്വലി ശരിക്കൂല നമ്മൾ മറ്റേ സ്കൈ ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ബ്ലൂ. ഇതിന് കറക്റ്റ് ഈ ഒരു ഏകദേശം നടുക്ക് വെക്കുക, ഇതിൻ്റെ റീഡിങ്സ് എടുക്കുക. അതേപോലെ തന്നെ ഇത് ലെഫ്റ്റിലേക്ക് എടുത്ത പോലെ തന്നെ വീണ്ടും സെൻറ്ററിലാക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, റൈറ്റ്, ആദ്യം റെഡ് കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്പെക്ട്രം ശരിയാണെങ്കിൽ ആദ്യം റെഡ് കാണണം, പിന്നെ ഗ്രീന്, പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് പോയാൽ മറ്റേ എന്താ പറയുക ബ്ലൂ കളർ കാണും. ഇത്രയല്ലോ. ഇങ്ങനെയാണ് ബേസിക്കലി LED ചെയ്യേണ്ടത്. സോ ലെഫ്റ്റ് സെയിം, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് നമ്മൾ ആ ഒരു സോഴ്സ് മാറ്റിയിട്ട്, സോഡിയം സോഴ്സ് മാറ്റിയിട്ട് ഒരു LED അവിടെ ഒരു LED-ൻ്റെ ഒരു വൈറ്റ് ലൈറ്റിൽ സോഴ്സ് വെക്കുന്നതെന്ന് മാത്രമല്ല, അത്രയും ഡിഫറൻസ് ഇല്ലോ. അപ്പോൾ അതിൽ കാണുന്ന കളർ ഇത് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ LED വരുമ്പോഴാണ് അതിൻ്റെ പേര് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നാവുന്നത്. കാരണം ഇതിന് കണ്ടിന്യൂസ് അല്ല, അതായത് ഇവിടെ കളേഴ്സ് തമ്മിലെല്ലാം മെർജ് ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് സ്പെക്ട്രം നേരം. കാരണം കണ്ടിന്യൂസും ചെയ്യുന്നുണ്ട്, ലൈൻ സ്പെക്ട്രം ചെയ്യുന്നുണ്ട്. സോഡിയം ലാമ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈൻ സ്പെക്ട്രം കിട്ടുന്നത്. രണ്ട് സോഡിയം ലൈൻ 1-നും സോഡിയം ലൈൻ 2-ഉം കിട്ടും. കണ്ടിന്യൂസ് അതായത് LED ഗ്രീൻ, LED റെഡ്, LED ബ്ലൂ ചെയ്യുമ്പോഴാണ് കണ്ടിന്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഒരേ എക്സ്പെരിമെൻറ്റിൽ തന്നെ നമ്മൾ ലൈൻ സ്പെക്ട്രോ ലൈന് പോലത്തെ കളേഴ്സ് കിട്ടുന്നതും ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴവില്ല് പോലെ വരുന്ന രീതിക്കുള്ള സാധനം ആക്ച്വലി ചെയ്യുന്നുണ്ട്. അതാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം ഓഫ് ലൈൻ, അല്ല ലൈറ്റ് ഓഫ് കളേഴ്സ്. സോ അതിൻ്റെയും റീഡിങ്സ് V1 V2 വേറെ വ്യത്യാസമില്ല. V1 V2 MSR VSR ടോട്ടൽ. എന്നിട്ട് ഞാൻ പറഞ്ഞ ഇതേ സാധനം ഇവിടെ കൂട്ടിയും കുഴച്ചും, എന്നിട്ട് രണ്ട് വാല്യൂസ് കിട്ടും, അതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് എടുക്കുക. എന്നിട്ട് ആ കിട്ടിയ സാധനത്തിൻ്റെ പകുതി എടുത്ത് കഴിഞ്ഞാൽ ഡിഫ്രാക്ഷൻ ആംഗിൾ കിട്ടി ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇത്രയും ബേസിക്കലി എക്സ്പെരിമെൻ്റ് ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റേ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് വലിയ ഉഴപ്പൊന്നുമില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഡിയം ലൈൻ 2 കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ സാധനം കുറച്ചൊന്ന് സൈഡിൽ മാറ്റിയിട്ട്
ആ LED എന്നുള്ള ഒരു പുതിയൊരു സോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? വി ആർ യൂസിങ് എ സോഡിയം ലാമ്പ്, വേപ്പർ ലാമ്പ് ആൻഡ് ഓൾസോ LED സോഴ്സ്. ഇനി എന്ത് ചെയ്യുക? ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ടേബിൾ സോഡിയം ലൈൻ 1, അതാ ഞാൻ പറഞ്ഞ ഓറഞ്ച് യെല്ലോഷ് പോലത്തെ കളർ, സോഡിയം ലൈൻ 2 റെഡ് കളർ, LED റെഡിൻ്റെ കളർ, പിന്നെ റെഡ് അല്ലാണ്ട് പിന്നെ ഇതാ ഈ ഒരു റെഡ് കളർ. ഓക്കെ, പിന്നെ LED ഗ്രീൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രീൻ കളർ, ഇതിൻ്റെ എക്സാക്ട്ലി ഒരു നടുവിൽ ഒരു ഏകദേശം ഒരു നടുവിൽ വരുന്ന രീതിയിൽ. പിന്നെ LED ബ്ലൂ, ഏകദേശം ഒരു നടുവിൽ വരുന്ന ബ്ലൂ കളർ. അത്രയല്ലോ. അടുത്ത കാരണം ആക്ച്വലി ഈ കളറൊക്കെ ആക്ച്വലി നമുക്ക് തോന്നും ഇത് ബ്ലൂ ആണ്, പക്ഷേ ഇത് ആക്ച്വലി ഇൻഡിഗോ ആണ്. ഇത് ആക്ച്വലി ഇങ്ങോട്ടേക്ക് പിന്നെ വയലറ്റായി കാണുന്നുണ്ടോ? ഇതൊക്കെ ആക്ച്വലി വയലറ്റ് ആണ്, ഇത് കുറച്ചും കൂടി ഇൻഡിഗോ കളർ. ഇതാണ് ആക്ച്വലി നമ്മൾ ശരിക്കും ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ N= ഇവിടെ എന്ത് എടുക്കും? 5. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചെയ്തപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെ കിട്ടും. നിങ്ങൾ എന്താണ് ചെയ്തത്? കഴിഞ്ഞ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ N കിട്ടിയത്. ആ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട്, അതായത് ഈ വാല്യൂ തന്നെ യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് അല്ലെ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് അല്ലെ, യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്താ, നിങ്ങളൊരു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ കിട്ടും. അത് വെച്ചിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെ ലാംഡ അടിക്കും. ലാംഡ = സൈൻ ഓഫ് ഏത് ഈ ഒരു ആംഗിൾ. ഫസ്റ്റത്തെ സോഡിയം ലാമ്പിൻ്റെ വേവ് ലെങ്ത് കിട്ടണമെങ്കിൽ 17°24'. ഇത് കാൽക്കുലേറ്റർ തന്നെ അടിക്കാൻ പറ്റൂ. നമുക്ക് കാൽക്കുലേറ്ററെല്ലാം കാണിച്ചു തരാം. ഓക്കെ, സോ എനിക്ക് സങ്കടമെന്ന് പറയട്ടെ. ഞാനെന്താണ് ആ വീഡിയോ പോസായ സാധനം റീപ്ലേ ചെയ്യാനായിരുന്നു നോക്കിയത്, പക്ഷെ എന്നോട് അറിയാതെ എന്താണ് ആ സാധനം റെക്കോർഡ് അടിച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ ഇനി 2 വീഡിയോസിനും കൂടി, ഇനിയിപ്പോൾ ഇത് 2 സെപ്പറേറ്റ് വീഡിയോ ആകുമ്പോൾ ഇനി അതിനെ രണ്ടിനും കൂടി ഒരുമിച്ച് മെർജ് ചെയ്യണം. ആ മെർജ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് മാക്സിമം ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ, ഒറ്റ ടേക്കിങ്ങിൽ, പിന്നെ 40 50 മിനിറ്റിൽ ഒറ്റ സ്ട്രെച്ചിൽ ആവുകൊണ്ട് എടുക്കുന്നത്. കാരണം ഈ സാധനം ഒരു വീഡിയോ ആപ്പ് വെച്ചിട്ട് ഇതിനെ മെർജ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് അതങ്ങനെ ചെയ്ത ആൾക്കാർക്ക് അറിയാം അത് എത്രമാത്രം ബുദ്ധിമുട്ട്, എത്രമാത്രം സമയം എടുക്കുന്നില്ലേ അത്. ഓക്കെ, മിസ്റ്റേക്ക് ഹാപ്പൻ, സോ ഇറ്റ്സ് ഓക്കെ. സൂര്യഗ്രഹൺ CC ഇറ്റ്സ് ഫൈൻ. മിസ്റ്റേക്സ് ഹാപ്പൻ, കീപ് ഹാപ്പൻ. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ 132 ഇതാണ് ഡിഗ്രീൻ്റെ സാധനം. ഡിഗ്രി അടിക്കുക. പിന്നെ ഒരു 41 വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ മിനിറ്റായി. -129 ഡിഗ്രി എത്ര പറയുക, ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ്. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്തെങ്കിലും കിട്ടും. 3 മിനിറ്റ് 39, അതായത് 3 ഡിഗ്രി 39 മിനിറ്റ് 0 സെക്കൻഡ്. സെക്കൻഡിലടക്കം പറ്റുമെങ്കിൽ നിങ്ങൾ എറർ ഓർക്കണമെങ്കിൽ സെക്കൻഡ് അടക്കം എഴുതുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ചെയ്യുക, 3 ഡിഗ്രി 39 മിനിറ്റ്. ഇങ്ങനെയാണ് ബേസിക്കലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവറേജ് ആണ് എടുക്കണമെങ്കിൽ, ഇനിയിപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ മറ്റേ ആവറേജ് വാല്യൂ. ഇതിനെ ഇനി പകുതി എടുക്കണം, /2 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 66 ഡിഗ്രി 20 മിനിറ്റ് 30 സെക്കൻഡ്. ആ വാല്യൂസൊക്കെയാണ് ഏകദേശം ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ 3 സെക്കൻഡ് എഴുതിയില്ല, പക്ഷേ ലാസ്റ്റത്തെ 2 വാല്യൂസിന് എന്തോ എനിക്ക് പെട്ടെന്ന് ബോധോദ്യം വന്നുകൊണ്ട് ഞാൻ സെക്കൻഡ് എഴുതിയിട്ടുണ്ട്. ഈ സെക്കൻഡും കൂടി എഴുതി വെക്കുന്നത് ആക്ച്വലി നല്ലതാണ്. വാല്യൂ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ പൊതുവെ ഈ സാധനത്തിന് റൗണ്ട് ഓഫ് ഒക്കെയാണല്ലോ ചെയ്യാറ്, പക്ഷേ ഐ വുഡ് സേ സെക്കൻഡ് എടുക്കുന്ന കുറച്ചും കൂടി ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഐ തിങ്ക് സോ. ഷിൻഡോ സർ അങ്ങനെ പറഞ്ഞ പോലെയാണ് എൻ്റെ ഒരു ഓർമ്മ. സെക്കൻഡ് എടുക്കുന്നതാണെന്നൊന്നും കുറച്ചും കൂടി നല്ല. ഓക്കെ, അത് വാട്ട് എവർ, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. പിന്നെ ഇത് ലാംഡ ഓരോന്ന് കണ്ടുപിടിക്കണം. സോ N സ്മോൾ ലെറ്റർ, അതായത് നമുക്ക് ഇക്വേഷൻ എഴുതാം, sin θ / സ്മോൾ ലെറ്റർ N × ക്യാപിറ്റൽ ലെറ്റർ N. സോ 1 × 5.09 × 10⁵. ഇത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമല്ലോ. സൈന്, അത് ഞാൻ സൈൻ ഫംഗ്ഷൻ എടുത്ത്, പിന്നെ 17 ഡിഗ്രി, ഇത് ആക്ച്വൽ വാല്യൂ ആണ്, ഇത് വെറുതെ ഞാൻ എടുത്ത വാല്യൂ അല്ല, ഇതിലില്ല വാല്യൂ ആണ്. 17 ഡിഗ്രി 24 മിനിറ്റ്. ഇത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും ആൻസർ. യെസ്. അയ്യോ, ആൻസർ ഇതിലാണല്ലോ കിട്ടുന്നത്. മൈനസാണ് വരിക. മൈനസ് വരൂലല്ലോ, ഒരു മിനിറ്റ്. എനിക്ക് തോന്നുന്ന സെറ്റപ്പിൽ ആംഗിൾ യൂണിറ്റിൽ എനിക്ക് തോന്നുന്നു ഇതിനെ റേഡിയൻ ആക്കണം. ആദ്യം റേഡിയൻ ആക്കണം. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ. റേഡിയൻ ആക്കിയാൽ ഐ തിങ്ക് ഇറ്റ് ഷുഡ് വർക്ക്. 17 ഡിഗ്രി 24 മിനിറ്റ് നോക്കട്ടെ. അല്ല, അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. ഇനിയിപ്പോൾ ഡിഗ്രിയിലാണ് ചെയ്യേണ്ടത്. എനിക്കൊരു കൺഫ്യൂഷൻ. ഡിഗ്രി ആണോ ഒന്നിക്ക് റേഡിയൻ അല്ലേ ഡിഗ്രി? അതന്നെ നെഗറ്റീവ് വരാൻ വഴിയിലല്ല. കാരണം ഒരിക്കലും നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് നോക്ക്, വേവ് ലെങ്ത് എങ്ങനെ നെഗറ്റീവ് വാല്യൂ വരിക? കാരണം ഇറ്റ്സ് എ ഡിസ്റ്റൻസ്, റൈറ്റ്? ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. ഇത് ചെറിയൊരു എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇത് റെഡി ആവുമോ നോക്കട്ടെ. ഓക്കെ, ലെറ്റ് മീ സീ. ഇതാണ് കറക്റ്റ് ആൻസർ. കാരണം നിങ്ങൾ ആൻസർ കിട്ടുന്ന നെഗറ്റീവാണ്, തെറ്റാണ്. അത് ജസ്റ്റ് ലോജിക്കലി ചിന്തിച്ചാൽ മതി. ലാംഡ ഇസ് എ കൈൻഡ് ഓഫ് ഡിസ്റ്റൻസ് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവോ? ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവില്ല. സോ എനിക്കൊന്ന് കാൽക്കുലേറ്ററിനെ ഡിഗ്രിയിലേക്ക് ആക്കിയിട്ട്, ആ ഡിഗ്രി എന്ന് പറയുന്ന മോഡിലാക്കിയിട്ടാണ് ഇത് ചെയ്യാൻ. പൊതുവെ നമ്മൾ മാത്സിനൊക്കെ ചെയ്യുമ്പോൾ റേഡിയൻ്റെ മോഡിലാണ് പൊതുവെ ചെയ്യാറ്. ഏത് π/6 π/3 പോലത്തെ വാല്യൂസ് എല്ലാം കിട്ടാൻ. പക്ഷേ ഞാൻ പറയാം, ഇത് ചെയ്യുമ്പോൾ എന്താണ്, കാൽക്കുലേറ്റർ ഡിഗ്രീൻ്റെ മോഡിലാണെന്ന് ഉറപ്പ് വരുത്തുക. ആ നെഗറ്റീവ് സൈൻ ഒഴിവാക്കേണ്ടിയിട്ട്. ഇതാണ് ആൻസർ 0.299.
അപ്പോൾ ഇതാ അതായത് ഞാൻ അപ്രോക്സിമേറ്റ് എടുക്കുകയാണ് 0.299 ഡിവൈഡഡ് ബൈ ഈ 1 ഇൻറ്റു 5.09 ഇൻറ്റു 10⁵. അത്ര ആൻസർ വരുന്നത് ആ വാല്യൂ എഴുതിയെടുക്കാം. 5.87 ഇൻറ്റു 10⁻⁻7. ഞാൻ ആക്ച്വലി സോഡിയം ലാമ്പിൻ്റെ അതിൻ്റെ ലൈൻ 1 ലൈൻ 2 ആക്ച്വൽ അതിൻ്റെ ആ ഒരു വേവ് ലെങ്ത്തിൻ്റെ റേഞ്ച് നോക്കിയില്ല. പക്ഷേ ദിസ് ഷുഡ് ബി ആക്യുറേറ്റ്. അതായത് ഇത് ഓൾമോസ്റ്റ് ആ ഒരു ഇപ്പോൾ ഇത്ര വേവ് ലെങ്ത് മുതൽ ഇത്ര വേവ് ലെങ്ത് എന്നൊരു റേഞ്ച് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ആ റേഞ്ചിൻ്റെ ഇടയിൽ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ മതി ആൻസർ ഇസ് ഓക്കെ. നമ്മളിവിടെ സ്പെസിഫിക് റിസൾട്ട് അല്ല കണ്ടുപിടിക്കുന്നത്, ഒരു സ്പെസിഫിക് റേഞ്ച് ഉണ്ട് വേവ് ലെങ്ത്തിന് ഇല്ലേ ഫോട്ടോൺ എനർജിക്ക്. ആ റേഞ്ചിൻ്റെ ഉള്ളിൽ നമ്മളെ വാല്യൂ കിടക്കുന്നുണ്ടോ അത് വേരിഫൈ ചെയ്യലാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് എങ്ങനെ ഇപ്പോൾ ചെയ്യാം? സൈനിൻ്റെ 17 ഡിഗ്രി 15 ഇത് ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ഇതേ സെയിം കോൺസ്റ്റൻറ്റ് 5.09 ഇൻറ്റു 10⁵. അത് വേറൊരു വാല്യൂ കിട്ടും. അങ്ങനെ 5 ഡിഫറൻറ്റ് വേവ് ലെങ്ത് കിട്ടും. 5 ഡിഫറൻറ്റ് വേവ് ലെങ്ത് കിട്ടിയാൽ ഫോട്ടോൺ എനർജി കാണുക. ആക്ച്വലി ഈ ടേബിൾ ആക്ച്വലി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുക? എന്നോട് മറന്നുവല്ലോ. ഇക്വേഷൻ എങ്ങനെയാണോ? E=hc/λ. യെസ്, E=hc/λ. ഒരു പേപ്പർ എടുക്കട്ടെ. അതായത് ഇതിൻ്റെ ഞാൻ വീണ്ടും ഫോട്ടോൺ എനർജിൻ്റെ ഇക്വേഷൻ കാണിച്ചാൽ ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ ഇക്വേഷൻ, അതായത് E=hν ആണ് ബേസിക്കലി. ഇതാണ് ബേസിക്കലി എന്താണ് NHν, നമ്മളെ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി എന്നൊക്കെ പറയും. അപ്പോൾ ഈ ന്യൂന് പകരം c/λ എന്ന് എഴുതി. സോ H is Planck's constant, യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്. 6.626 ഇൻറ്റു 10⁻34 ഇൻറ്റു C എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് 3 ഇൻറ്റു 10⁸8 ഡിവൈഡ് ബൈ ലാംഡ. നമുക്കിപ്പോൾ കിട്ടിയ ലാംഡ എത്ര? 5.87 ഇൻറ്റു 10⁻⁷. ആ കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും? ജൂളിലായിരിക്കും. അതിന് വേണ്ടിക്ക് നമുക്ക് 1.6 ഇൻറ്റു 10⁻⁹ ഡിവൈഡ് ചെയ്തിട്ടോ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഡിവൈഡ് ചെയ്തിട്ട് ഓർമ്മയില്ല. നമുക്ക് അതിനെ ഇലക്ട്രോൺ വോൾട്ടേജ് മാറ്റാം. പക്ഷേ അത് ആക്ച്വലി നിർബന്ധമില്ല. ഷിൻഡോ സർ പറഞ്ഞിട്ടുണ്ട് ആൻസർ ജൂൾസിൽ കിട്ടിയാലും മതി. കിട്ടുന്ന ആൻസർ ജൂൾസിലായിരിക്കും. കാരണം ഇവിടുത്തെ യൂണിറ്റ്സ് എല്ലാം സ്റ്റാൻഡേർഡാണ്, SI യൂണിറ്റ്സ് ആണ്. സോ കിട്ടുന്ന ആൻസറും കിട്ടുന്ന എനർജീൻ്റെ യൂണിറ്റും സ്റ്റാൻഡേർഡ് SI യൂണിറ്റിലായിരിക്കും, ജൂൾസിലായിരിക്കും കിട്ടുക. അവിടെ വെച്ച് നിർത്തിയാൽ മതി. അങ്ങനെ എന്ത് ചെയ്യുക? ഓരോ ലാംഡക്ക് ഈ ലാംഡ ഇങ്ങനെ മാറ്റി ഇടുക. അതായത് സോഡിയം ലൈൻ 1 E1 E2 E3 അങ്ങനെ എന്താണ് എത്ര വാല്യൂസ് ഉണ്ട് ടോട്ടൽ? E1 E2 E3 E4 E5 5 ഫോട്ടോൺ എനർജീൻ്റെ വാല്യൂസ് കിട്ടും. 5 എണ്ണം എഴുതുക. അപ്പോൾ ഈ ആൻസറൊക്കെ നമ്മൾ ആ ഒരു ഇതിന് ഓൾറെഡി ഒരു സ്പെസിഫിക് റേഞ്ച് ഉണ്ടാവും. നമ്മൾ യൂണിവേഴ്സിൽ അക്സെപ്റ്റഡ് അതിലൊരു റേഞ്ച് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ വാല്യൂസ് കിടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ ചെയ്ത എന്താണ് സാധനം റെഡിയാണ്. അവർ എക്സ്പെരിമെൻറ്റ് ഈസ് ഫുള്ളി ട്രൂ. അപ്പോൾ എന്താണ് അത്ര ഈ എക്സ്പെരിമെൻറ്റിനെ പറ്റി പറയാനല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോഴും മനസ്സിലാവാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ എടുപ്പോൾ ഈ ഒരു വീഡിയോ ബേസിക്കലി കാണുക. ഒരുപാട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇതിന് വേണ്ടി ടൈം എടുത്തിട്ട് അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി അധികം സമയം കളയാത്തത്. ജസ്റ്റ് ആ സോഡിയം ലാമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, LED എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആ ഒരു ജസ്റ്റ് പിന്നെ മറ്റേതൊക്കെ സെയിം തന്നെയാണ്. മറ്റേ ആംഗിളിന് ഡിഗ്രിയും മിനിറ്റായിട്ട് എഴുതുന്നത് അതൊക്കെ സെയിം തന്നെ. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെയ്യുന്നത് എല്ലാം സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. ആകെ സോഡിയം മറ്റേ LED വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ ഇത്രമാത്രം എക്സ്പെരിമെൻറ്റിനെ പറ്റി പറയാനില്ല. സോ നമുക്കിനി അടുത്തൊരു എക്സ്പെരിമെൻറ്റിൻ്റെ അവസാനത്തെ ഒരു എക്സ്പെരിമെൻറ്റ് കൂടി ബാക്കിയുണ്ട്. കാലിബ്രേഷൻ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. അത് കുറച്ചും കൂടി ടഫർ എക്സ്പെരിമെൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അത് കുറച്ചും കൂടി കണക്ഷൻ്റെ കുറച്ച് വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടില്ല കണക്ഷൻസ് ആണ്. സോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? എൻ്റെ വന്നം വളരെ മോശമാണല്ലോ ഗൈസ്. അപ്പോൾ അത്രേ ഈ വീഡിയോനെ പറ്റിയും പറയാനില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇനി ലാസ്റ്റത്തെ എക്സ്പെരിമെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ടാവും വീഡിയോ. അതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു സെമസ്റ്ററിലേക്ക് എൻ്റെ മോനെ എനിക്ക് സമാധാനമായി. ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തതിൻ്റെ തോട്ട് മൊത്തം അടിച്ചു വന്നു തോന്നുന്നു. ഐ ഡോണ്ട് കെയർ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ, ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് എക്സ്പെരിമെൻറ്റ്. സോ ഗുഡ് ബൈ.